ശരിക്കും നിങ്ങളെയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നതെന്ന് പറയുന്നത് ആനീസ് കിച്ചൻ മലബാർ ബിരിയാണി ചലഞ്ചിലൂടെയാണ്. അവിടുന്ന് ആ ഒരു ബിരിയാണിയുടെ മണം ഞങ്ങൾക്ക് കിട്ടി, പിന്നെ അത് കഴിച്ചു, അത് ഇവിടെ വരെ എത്തി. സോ നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ഈവന്റും കാര്യങ്ങളൊക്കെ? ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ ആരെങ്കിലും? അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു TV ഷോയില് വരുന്നത്. ടെലികാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നാട്ടിലൊക്കെ നമുക്ക് കുറെ മൊമെന്റോസ് കിട്ടി. ഇമ്മ ഞങ്ങൾ കുറെ താത്തിയതായിരുന്നു, പക്ഷെ ഇപ്പഴാണ് ഉമ്മ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യും. സാറാണ് ഇപ്പൊ നാട്ടിലെ. സൂപ്പർ സൂപ്പർ. അല്ല, കോമഡി മാസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ ഷോ? കാണാറുണ്ട്. അല്ല, കുറെ നേരമായിട്ട് എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള എന്താ സംബന്ധ? ടേസ്റ്റി ഹാൻഡ്സ് ആണല്ലോ. അതെ, ഒരു റെസിപ്പി ബുക്കാണ്. വളരെ യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് എഴുതിയിട്ടുള്ള. അതായത് ഞങ്ങൾ 4 ഫ്രണ്ട്സ്, ഷംല ഉമർ, ഷീല സോമൻ, താഹിറ, ഞാന്, ഞങ്ങൾ 4 ഫ്രണ്ട്സ് പല മത്സരങ്ങളിലൊക്കെ വെച്ച് കണ്ടുമുട്ടിയിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരാണ്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ വരുമ്പോൾ അവർക്കൊരു എൻകറേജ് ആയിക്കോട്ടെ, അവർക്ക് എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനു കൂടി ഉദ്ദേശിച്ച് ഞങ്ങൾ കുറച്ച് റെസിപ്പീസ് എഴുതിയതാണ്. ഞങ്ങൾ 4 പേരും കൂടി എഴുതിയതാണ്. അടിപൊളി അടിപൊളി. ബോംബെയിലേക്ക് നമുക്ക് വിടാം അല്ലേ ശ്വേത ചേച്ചി? ഇത് സ്നേഹത്തോടെ ശ്വേത ചേച്ചിക്കാണ് ഇവർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ജോയിൻ us. ഇത് ശ്വേത മാമിന് തരുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അവസരം ഈ ഒരു സ്റ്റേജിലൂടെ ഞങ്ങൾക്ക് തരാൻ സാധിച്ചതിൽ വളരെ അഭിമാനം. ഞങ്ങളുടെ കൂടെയുള്ള 2 പേരും ഇവിടെ ഇല്ലെങ്കിലും അവരുടെ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഷംലതയുടെയും ഷീല ചേച്ചിയുടെയും. അവരാണ് ഞങ്ങളുടെ ബ്രെയിൻ. ആണോ? അപ്പൊ അവരോടും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പറയാൻ വരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിലാണ് ഈ ബുക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഇനി ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയെ, എന്റെ പെർഫോമൻസ് ഞാനൊന്ന് കാണിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെയല്ല, എന്റെ ഡാൻസ് ഇവർ ഒരിക്കലും മറക്കില്ല. പിന്നെ ഇവർ എവിടെ ചെന്നാലും പറയും കോമഡി മാസ്റ്റേഴ്സിൽ വന്ന് ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത് നമ്മുടെ ഡാൻസ് ആണ്. നിങ്ങൾ എന്നോട് ഡാൻസ് കളിക്കില്ലേ? നമുക്ക് ഈ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് കടുകിടുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സൗണ്ട് കേൾക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ചങ്ങ് ഡാൻസ് കളിക്കാൻ പാട്. മ്യൂസിക്.